ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. നാളെ നേരം പുലരുമ്പോൾ ഈ നക്ഷത്ര ജാതകർക്ക് തെളിയുന്നത് സർവ്വ സൗഭാഗ്യമാണ്. നാളെ നവംബർ മാസം 1-ാം തീയതി പല രാശിക്കാർക്കും സമ്മിശ്രമായ ഫലങ്ങളാണ് ഈ മാസം വന്നു ചേരുക. ചിലർക്ക് സാമ്പത്തികമായ വലിയ നേട്ടങ്ങളുണ്ടാകും, ചിലർക്ക് തൊഴിൽപരമായ മുന്നേറ്റങ്ങളും, മറ്റു ചിലർക്ക് ആരോഗ്യപരമായ പല പ്രശ്നങ്ങളും അസ്വാരസ്യങ്ങളും നേരിടേണ്ടി വരുന്ന മാസമാണ് വന്നെത്തിയിരിക്കുന്നത്. ഇനി ഓരോ രാശിക്കാർക്കും ഈ നവംബർ മാസത്തിൽ ഏതൊക്കെ സൗഭാഗ്യങ്ങളാണ് വന്നു ചേരുന്നത് എന്ന് നോക്കാം. ആദ്യം മേടം രാശിക്കാരാണ്. അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. മേടരാശിക്കാർക്ക് ഈ നവംബർ മാസം ചില വെല്ലുവിളികൾ നിറഞ്ഞ മാസമാണ്. തുടക്കത്തിൽ ദേഷ്യവും വാക്കുകളും നിയന്ത്രിക്കപ്പെടേണ്ടി വരും. മറ്റുള്ളവരുടെ സഹായത്താൽ കാര്യങ്ങളെല്ലാം നടന്നു കിട്ടുമെങ്കിലും നിങ്ങളുടെ സമയവും പണവും കുറയുന്നതാണ്. ആരോഗ്യപരമായ കാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധ വേണം. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ വളരെയധികം പ്രയാസമുണ്ടാകുന്ന മാസമാണ്. വ്യാപാര രംഗത്തുള്ളവർക്ക് എതിരാളികളിൽ നിന്നും കടുത്ത മത്സരങ്ങൾ നേരിടേണ്ടി വരും. പ്രണയബന്ധങ്ങളിൽ തെറ്റിദ്ധാരണകൾ വന്നു ചേരുവാൻ ഇടയുള്ള മാസമാണ്. അടുത്തത് ഇടവം രാശിക്കാരാണ്. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി. നിങ്ങൾക്ക് നവംബർ മാസത്തിൻ്റെ തുടക്കത്തിൽ അപ്രതീക്ഷിതമായ ചെലവുകൾ ഉണ്ടാകും. കുട്ടികളെക്കുറിച്ചുള്ള ആശങ്കകളും തൊഴിൽപരമായ അധിക ജോലിഭാരവും വന്നു ചേരും. യാത്രകൾ കൊണ്ട് നിങ്ങൾ പ്രതീക്ഷിച്ച ഒരു ഗുണം ഉണ്ടാകണമെന്നില്ല. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് മാസം ഭാഗ്യം തന്നെയാണ്. പണമിടപാടുകളിൽ വളരെയധികം കരുതൽ വേണം. ഭൂമി ഇടപാടുകളിൽ രേഖകൾ കൃത്യമായി പരിശോധിക്കേണ്ട സമയം കൂടിയാണ്. പ്രണയബന്ധങ്ങൾ ഉള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ വിള്ളൽ വീഴാതിരിക്കുവാൻ ശ്രദ്ധിക്കുന്നത് ഗുണകരമാകും. ദാമ്പത്യ ജീവിതം സന്തോഷകരമായി തുടരുന്നതാണ്. അടുത്തത് മിഥുനം രാശിക്കാരാണ്. മകയിരം അവസാന പകുതി, തിരുവാതിര പുണർതം ആദ്യ മുക്കാൽ ഭാഗം. ഈ മാസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. വിദേശ യാത്രായോഗം അനുഭവത്തിൽ വരും. രാഷ്ട്രീയക്കാരായ ജനങ്ങൾക്ക് അംഗീകാരമോ ആദരവോ ലഭിക്കുവാൻ ഇടയുണ്ട്. ആഡംബരപ്രിയം വരവിനേക്കാൾ കൂടുതൽ ചെലവ് സമ്മാനിക്കും. അപ്രതീക്ഷിതമായി ചിലർക്ക് ധനലാഭം പ്രതീക്ഷിക്കാം. നിങ്ങളുടെ പിതാവിനോ ജീവിത പങ്കാളിക്കോ അസുഖം ഉണ്ടാകുവാനോ ആശുപത്രി വാസത്തിനോ വിയോഗമോ ഉണ്ടാകുവാൻ ഇടയുള്ള മാസമാണ്. അനാവശ്യമായ കൂട്ടുകെട്ടുകൾ മൂലം മാനഹാനി, അപമാനം എന്നിവ നേരിടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. ശത്രുക്കളെ കൊണ്ട് ദോഷം, സ്വത്തുപരമായ തർക്കങ്ങളിൽ, കേസ് വഴക്കുകളിൽ പരാജയം എന്നിവ നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുവാനിടയുണ്ട്. അനാവശ്യമായ കോപവും വാക്കു തർക്കങ്ങളും ഒഴിവാക്കിയില്ലെങ്കിൽ നഷ്ടങ്ങൾ വന്നു ചേരും. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്. പുണർതം അവസാന കാൽഭാഗം, പൂയം ആയില്യം. കർക്കിടക രാശിക്കാർക്ക് നവംബർ മാസം എന്നത് വളരെയധികം ഭാഗ്യമുള്ള മാസമാണ്. തൊഴിൽ രംഗത്ത് വളരെയധികം വരുമാനം വർദ്ധിക്കും. യാത്രകളെല്ലാം തന്നെ ഗുണകരമായി ഭവിക്കുന്നതാണ്. രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് വലിയ നേട്ടങ്ങളുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് നല്ല വാർത്തകൾ ലഭിക്കുന്നതാണ്. വിദേശത്ത് തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക് വളരെയധികം വിജയം നേടുവാനുള്ള മാസം കൂടിയാണ്. തൊഴിൽ രംഗത്ത് നിങ്ങളുടെ ബഹുമാനം വർദ്ധിക്കും. പ്രണയബന്ധങ്ങൾ അനുകൂലമായി ഭവിക്കുന്നതാണ്. വിവാഹം നിശ്ചയിക്കുവാൻ ഇടയുണ്ട്. ദാമ്പത്യ ജീവിതം വളരെയധികം സന്തോഷകരമായി തുടരുന്ന മാസം കൂടിയാണ്. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. ചിങ്ങരാശിക്കാർക്ക് ഈ മാസം കഴിഞ്ഞ മാസത്തേക്കാൾ വളരെയധികം മികച്ചതാണ്. യാത്രകൾ വിജയകരമാക്കും. കാര്യങ്ങൾ സമയത്ത് എല്ലാം തന്നെ നടന്നു കിട്ടുന്നതാണ്. പ്രമുഖ വ്യക്തികളുമായി ബന്ധം സ്ഥാപിക്കുവാനുള്ള സാധ്യതയുണ്ട്. ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകും. പങ്കാളിയുടെ പിന്തുണ എല്ലാ കാര്യങ്ങളിലും നിർലോഭമായി ലഭിക്കുന്നതാണ്. വാഹന ഭൂമി ഇടപാടുകളിൽ നിങ്ങൾക്ക് അനുകൂലമായി വിധി വരുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ വളരെയധികം പ്രയാസമുണ്ടാകും.
ബന്ധങ്ങളിലും ആരോഗ്യത്തിലും ശ്രദ്ധിക്കേണ്ടതാണ്. ദാമ്പത്യ ജീവിതം നല്ല രീതിയിൽ തുടരുന്നതാണ്. അടുത്തത് കന്നി രാശിക്കാരാണ്. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി. നിങ്ങൾക്ക് ഈ മാസം വളരെയധികം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. പ്രവർത്തന വിജയം, ഇവിടെയും മാന്യത, പ്രശസ്തി, ശത്രുഹാനി, തൊഴിൽ വിജയം, ഭാര്യ പുത്രസുഖം എന്നിവ ലഭിക്കുന്നതാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നിങ്ങൾ പഠിച്ച മേഖലയിൽ തന്നെ ഉപരിപഠനത്തിനുള്ള സാധ്യതയുണ്ട്. വളരെ കാലമായി ഉണ്ടായിരുന്ന രോഗങ്ങളെല്ലാം മാറി ആരോഗ്യം വർദ്ധിക്കുന്നതാണ്. മാനസികമായ സമ്മർദ്ദങ്ങളെല്ലാം മാറി ജീവിതത്തിൽ സന്തോഷിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. അപ്രതീക്ഷിതമായ ബന്ധുജനങ്ങളിൽ നിന്നോ അന്യജനങ്ങളിൽ നിന്നോ സാമ്പത്തികമായും മാനസികമായുള്ള പിന്തുണ ലഭിക്കുന്നതാണ്. അലങ്കാര വസ്തുക്കളോ ആടയാഭരണമോ നിങ്ങൾക്ക് സമ്മാനമായി പ്രതീക്ഷിക്കാം. അടുത്തത് തുലാം രാശിക്കാരാണ്. ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. തുലാം രാശിക്കാർക്ക് നവംബർ മാസത്തിൻ്റെ തുടക്കത്തിൽ സമയവും പണവും ശ്രദ്ധയോടെ ചെലവഴിക്കണം. തൊഴിൽ രംഗത്ത് മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് കഴിവതും ഒഴിവാക്കുന്നത് ഗുണകരമായി ഭവിക്കുന്നതാണ്. ബന്ധുക്കളിൽ നിന്നും പ്രതീക്ഷിച്ച ഒരു പിന്തുണ ലഭിച്ചേക്കില്ല. ആരോഗ്യ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. തൊഴിൽ രംഗത്ത് മാറ്റങ്ങളുണ്ടാകും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് വളരെയധികം നേട്ടങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ അല്പം ഇടയുണ്ട്. എന്നിരുന്നാലും നിങ്ങൾക്ക് ഇവയെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് കുതിക്കുവാൻ സാധിക്കുന്ന മാസമാണ്. പ്രണയബന്ധങ്ങളിൽ ശ്രദ്ധിക്കണം. ദാമ്പത്യ ജീവിതത്തിൽ പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ ചില ആശങ്കകൾ വന്നു ചേരുവാൻ ഇടയുള്ള മാസമാണ്. അടുത്തത് വൃശ്ചികം രാശിക്കാരാണ്. വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. വൃശ്ചിക രാശിക്കാർക്ക് ഈ മാസം ആരോഗ്യത്തിലും ബന്ധങ്ങളിലും ശ്രദ്ധിക്കണം. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. വ്യാപാര രംഗത്ത് വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. സാമ്പത്തികമായ ഇടപാടുകളിലും വളരെയധികം കരുതൽ വേണം. വ്യക്തിപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സമയമാണ്. തൊഴിൽ രംഗത്ത് നേട്ടങ്ങളുണ്ടാകും. വ്യാപാരത്തിൽ ലാഭം ലഭിക്കുന്നതാണ്. പ്രണയബന്ധങ്ങളിൽ തിടുക്കത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും പിന്നീട് വളരെയധികം ഗുണങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ദാമ്പത്യ ജീവിതം വളരെയധികം സന്തോഷകരമായി തുടരുന്ന മാസം കൂടിയാണ്. അടുത്തത് ധനുരാശിക്കാരാണ്. മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. സർക്കാർ അർദ്ധ സർക്കാർ ജോലികളിൽ ഇരിക്കുന്ന ആളുകൾക്ക് സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാം. രോഗങ്ങളെല്ലാം മാറി ശരീരശോഭയും ചൈതന്യവും വർദ്ധിക്കും. പല സന്ദർഭങ്ങളിലും ഈശ്വരാധീനം അനുഭവിക്കുവാനുള്ള ഭാഗ്യം ലഭിക്കുന്നതാണ്. നിങ്ങളുടെ ശത്രുക്കളുടെ മേൽ അപ്രതീക്ഷിത വിജയമുണ്ടാകും. സൽഭാര്യ ഭർതൃലബ്ധി, സന്താന സൗഭാഗ്യം ഇവയുണ്ടാകും. കോടതിയിൽ വ്യവഹാരത്തിലുണ്ടായിരുന്ന സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായ വിധി പ്രതീക്ഷിക്കാം. ആഭരണ ലബ്ധി, ജീവിത സുഖ സൗകര്യ വർധന, നവീന ഗൃഹോപകരണങ്ങൾ വാങ്ങുവാനുള്ള ഭാഗ്യം, പരോപകാര താല്പര്യം എന്നിവ വർദ്ധിക്കും. വിദേശ ജോലി ആഗ്രഹിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ജോലി ലഭിക്കുകയും അതുവഴി സാമ്പത്തിക നേട്ടവും വരുന്നതാണ്. അടുത്തത് മകരം രാശിക്കാരാണ്. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി. മകരരാശിക്കാർക്ക് നവംബർ മാസം സമ്മിശ്രമാണ്. ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ അനുകൂലമായ വിധി പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല സമയം കൂടിയാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് തടസ്സങ്ങളെല്ലാം നീങ്ങിക്കിട്ടും. ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. തൊഴിൽ രംഗത്ത് വരുമാനം വർദ്ധിക്കുന്നതാണ്. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. കുട്ടികളെക്കുറിച്ചുള്ള ആശങ്കകളുണ്ടാകും. എല്ലാ രീതിയിലും നിങ്ങളെ ഭാഗ്യം തുണയ്ക്കുന്ന മാസമാണ്. പ്രണയബന്ധങ്ങളിൽ ചെറിയ തർക്കങ്ങളും പ്രശ്നങ്ങളും ഉടലെടുക്കാം. ദാമ്പത്യ ജീവിതം സന്തോഷകരമായി തുടരുന്നതാണ്. അടുത്തത് കുംഭം രാശിക്കാരാണ്. അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പോരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. തൊഴിലിൽ വിജയവും ധനഭാഗ്യവും ഉണ്ടാകും.
എവിടെയും മാന്യത, പ്രശസ്തി, അന്യജനങ്ങളാൽ ആദരിക്കപ്പെടുക എന്നിവ നിങ്ങളുടെ അനുഭവത്തിൽ വരുന്നതാണ്. ഉന്നത ജനങ്ങളിൽ നിന്നോ സർക്കാരിൽ നിന്നോ ഉള്ള ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. കലാകാരന്മാർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കുകയോ അവാർഡുകളോ സമ്മാനങ്ങളോ ലഭിക്കുകയും ചെയ്യാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ പ്രയാസമുണ്ടാകും. തൊഴിൽ രംഗത്ത് തെറ്റുകൾ സംഭവിക്കുവാൻ ഇടയുണ്ട്. കുട്ടികളെക്കുറിച്ചുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കാം. സഹോദരങ്ങളുമായി അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാം. മാസം പകുതിയോടെ എല്ലാവിധ കാര്യങ്ങളും മെച്ചപ്പെടുന്നതാണ്. വ്യാപാരത്തിൽ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കും നേട്ടങ്ങൾ വന്നു ചേരും. തൊഴിൽ രംഗത്ത് വരുമാനം വർദ്ധിക്കുന്നതാണ്. പ്രണയബന്ധങ്ങളിൽ ഉണ്ടായിരുന്ന എല്ലാവിധ തടസ്സങ്ങളും അകന്നു കിട്ടുന്ന മാസമാണ്. അടുത്തത് മീനം രാശിക്കാരാണ്. പൂരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി. മീനരാശിക്കാർക്ക് നവംബർ മാസത്തിൻ്റെ തുടക്കത്തിൽ തൊഴിൽ രംഗത്ത് ജോലിഭാരം വർദ്ധിക്കും. ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് വീട്ടിലും ജോലിക്കിടയിലും സന്തുലിതാവസ്ഥ നിലനിർത്തുവാൻ വളരെയധികം പ്രയാസമുണ്ടാകും. ഭൂമി സംബന്ധമായ തർക്കങ്ങളിൽ കോടതി കയറേണ്ടി വരുന്നതാണ്. ആരോഗ്യകാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കണം. വ്യാപാരത്തിൽ പണം നിക്ഷേപിക്കുന്നതിന് മുമ്പ് മറ്റുള്ളവരുടെ അഭിപ്രായം തേടുന്നത് ഗുണകരമാകും. വിദ്യാർത്ഥികൾക്ക് നല്ല വാർത്തകൾ ലഭിക്കുന്നതാണ്. തൊഴിൽ രംഗത്ത് മറ്റുള്ളവരുമായി സംസാരിക്കേണ്ടി വരും. പങ്കാളിത്ത വ്യാപാരത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. വാഹനം ഓടിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ വളരെയധികം ജാഗ്രത പുലർത്തണം. പ്രണയബന്ധങ്ങളിൽ ശ്രദ്ധയോടെ മുന്നോട്ട് പോകേണ്ട സമയമാണ്. ദാമ്പത്യത്തിൽ അഭിപ്രായ ഭിന്നതകൾ ഉടലെടുക്കുവാനുള്ള സാഹചര്യം വന്നു ചേരും. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.